എറണാകുളം കോൺഗ്രസിലെ പേയ്മെന്റ് സീറ്റ് വിവാദം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC പ്രസിഡന്റ് എന്നിവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഏകാധിപതിയെപ്പോലെ പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജില്ലാ പഞ്ചായത്തിലെ കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് എറണാകുളം ജില്ലയിൽ പേയ്മെന്റ് സീറ്റ് വിവാദം പുറത്തു വന്നത്. ഇന്നലെ വൈകിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇതൊരു പേയ്മെന്റ് സീറ്റാണ്, ഈ വ്യവസായിയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ചർച്ചകളില്ലാതെ എന്നുള്ള വിവാദം പുറത്തു വന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു ഈ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് KPCC യോഗത്തിന് ശേഷം ദീപാദാസ് മുൻഷിക്കും KPCC പ്രസിഡന്റിനും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന് മുന്നിൽ എറണാകുളത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയം അവതരിപ്പിച്ചത്. മാത്യു കുഴൽനാടൻ, അബ്ദുൽ മുത്തലീബ്, അജയ് തറയിൽ, MR അഭിലാഷ് തുടങ്ങിയ ജെയ്സൺ ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് ഈ വിഷയം ഈ നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റ് ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നുള്ളതായിരുന്നു പ്രധാന ആക്ഷേപമായി ഇവർ പറഞ്ഞത്. ഒപ്പം തന്നെ DCC പ്രസിഡന്റ് കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത 13 പേരുകൾ പുറത്തുവിടാം എന്നായിരുന്നു തീരുമാനം. ഇതിന് പിന്നാലെ കോർ കമ്മിറ്റി പൂർത്തിയായതിനു ശേഷം അർദ്ധരാത്രിയിൽ രഹസ്യമായാണ് ഈ വ്യവസായിയുടെ അടക്കമുള്ള പേരുകൾ പുറത്തുവിട്ടത്. ചർച്ചകളില്ലാതെയാണ് ഈ നടപടി ഉണ്ടായതെന്നും പേയ്മെന്റ് സീറ്റ് വിവാദം എന്ന വിഷയം ഇതിൽ വ്യക്തത വരുത്തണമെന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ ബാധിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചതും. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്ഷുഭിതനായി ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെയായിരുന്നു വിഷയം ഉന്നയിച്ചത്. നേരത്തെ തന്നെ നേതാക്കൾ പറഞ്ഞ പല പേരുകളും അവിടെ പരിഗണിച്ചിരുന്നില്ല. ഈ ഡിവിഷന് പുറത്തു നിന്നുള്ള ഒരു വ്യവസായിയുടെ പേരാണ് അവിടേക്ക് പരിഗണിച്ചത്. മറ്റു ചർച്ചകളില്ലാതെ ഇയാളെ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെ DCC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വലിയ ദുരൂഹതയുണ്ടെന്നായിരുന്നു DCC ജനറൽ സെക്രട്ടറി ടി എച്ച് അബ്ദുൾ റസാഖ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്.